അവിടുത്തെ പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ. അദ്ദേഹം എനിക്കെതിരെ വീഡിയോ ചെയ്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഏതോ ഗൂഢലക്ഷ്യക്കാരുടെ പിറകിൽ നിന്നാണ് ഈരാറ്റുപേട്ടയെ പറ്റി പറയാനുണ്ടായ കാരണം. ഗൂഢാലോചന. താങ്കൾ രാഷ്ട്രീയക്കാരനെ പോലെ എന്നോട് പെരുമാറരുത്. താങ്കൾ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് കാണാം. താങ്കൾ കേസ് കൊടുക്കുക. താങ്കളുടെ SP 2022 കൊടുത്ത റിപ്പോർട്ട് തനിക്കറിയോ എന്തുവാന്ന്? കാർത്തിക്, താങ്കൾ വലിയ ബഹളം ഉണ്ടാക്കിയല്ലോ. ഈ രാറ്റുപേട്ടയിൽ എന്താ നടക്കുന്നതെന്ന് കാർത്തിക് കൊടുത്ത റിപ്പോർട്ട്. അവിടെ ATS, അതായത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വേണം. ആ സ്ഥലത്തിന്റെ പോക്ക് ശരിയല്ല. ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് ഉണ്ട്, റാഡിക്കൽ ഇസ്ലാം ഉണ്ട്, റാഡിക്കൽ ടെററിസത്തിന്റെ ബ്രീഡ്, അതായത് അവിടെയാണ് മുത്ത് വിളയ്ക്കുന്നത്, അത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളും ഈ പറയുന്ന CPM ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ കാർത്തിക് ആ സ്റ്റേറ്റ്മെന്റിന് പിന്മാറിയോ? അയാൾ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് അവരും അമിത്ഷായും അതിനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തല്ലോ. അതിനെപ്പറ്റി പഠിക്കുകയാണ്, നടപടിയെടുക്കും. താങ്കൾ എന്തു കോപ്പ പിന്നെ ചെയ്യാൻ പറ്റിയത്? പച്ച മലയാളത്തിൽ നമ്മൾ അച്ചായന്മാരല്ല ആ രീതിയിൽ സംസാരിക്കാം. എന്ത് കോപ്പ തനിക്ക് ചെയ്യാൻ പറ്റിയത്? മറ്റേ ഈ രാഷ്ട്രീയക്കാരന്മാർ പറയുന്ന ഊമ്പിയ രീതിയിൽ എന്നോട് പറയരുത്. തെളിവ് വെച്ച് പറയാം. ഞാൻ തെളിവ് വെച്ച് പറയാം ഓരോന്നായിട്ട്. അവിടുത്തെ കച്ചവടക്കാരെ പറ്റി പറഞ്ഞു താങ്കൾ. അവിടെ ഈ വ്യാപാരി വ്യവസായിയുടെ സംഭവത്തിനകത്ത് അവിടെ പെൺകുട്ടിയോടെ പാടാൻ വന്നു ഒരു ബാൻഡായിട്ട്. അവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ നേതാവ് സ്റ്റേജിൽ കയറി ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഈ പാട്ട് പാടരുത്, ഇവിടുത്തെ പാട്ടല്ല, ഇവിടെ ഉള്ളവർക്ക് ഈ പാട്ട് വേണ്ട. പറഞ്ഞോ ഇല്ലയോ? ചോദ്യത്തിന് ഉത്തരം തരിക താങ്കൾ. എൻ്റെ ചോദ്യം കറക്റ്റാണ്. എന്നിട്ട് അവരെ പെട്ടെന്ന് പാട്ട് നിർത്തി പറഞ്ഞു വിട്ടു. അതിനെയാണ് ഞാൻ താലിബാൻ എന്ന് പറഞ്ഞത്. താങ്കൾക്ക് മനസ്സിലായി എന്തുവാണ്? എൻ്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം തരിക. അതേപോലെ എൻ്റെ ചോദ്യം, വേറെയും ചോദ്യങ്ങളുണ്ട്. അവിടെ 2ഓളം പേര് അഹമ്മദാബാദിൽ അവിടെ ഗുജറാത്തിൽ പോയി ബോംബ് ബ്ലാസ്റ്റിൽ പങ്കെടുക്കാൻ പോയി. അവരെ അറസ്റ്റ് ചെയ്തു. ഇത് സത്യമാണോ അല്ലയോ? ഈരാറ്റുപേട്ടയുടെ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ്, ഇന്ത്യക്കെതിരെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, ഇന്ത്യയിലെ സംഭവങ്ങൾ തകർക്കാൻ വേണ്ടി ഇന്നും ജയിലിനകത്താണോ അല്ലയോ അൻസാരി? ഉത്തരം തരിക. താങ്കളെ ഞാൻ ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരാം. താങ്കൾക്ക് ഇതൊക്കെ അറിയാം. ചുമ്മാ വിടുവാത്തരം പറയരുത്. അവിടെ പാലാ ബിഷപ്പ് പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ്, ആ പേരങ്ങെടുക്കാം. ഇന്ന് കേരളം മുഴുവനും പ്രൂവ് ചെയ്യുന്നു. താങ്കൾ അതിനെ അനുകൂലിക്കുന്നോ അതോ അങ്ങനൊരു സംഭവമില്ല? അതായത് താങ്കളുടെ ഈ പറഞ്ഞ ഇടതുപക്ഷ സ്വതന്ത്രനായ KT ജലീൽ പറഞ്ഞു ഈ മദ്രസയിൽ നിന്ന് വരുന്നവരാണുള്ളത്. അത് ശരിയാണ്, പാലാ ബിഷപ്പ് പറഞ്ഞ സത്യമാണോ അല്ലയോ? താങ്കൾ പറയാം. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇത് കാരണം നമുക്കൊരു ഒരു ഓപ്പൺ ഡിബേറ്റ് വരട്ടെ. കാരണം അവിടെ ജനങ്ങൾ പങ്കെടുക്കട്ടെ. അപ്പോഴല്ലേ അത് അതിനേക്കാൾ അതിൻ്റെ കൂടെ തന്നെ ലീഗൽ ബാറ്റിൽ പോകട്ടെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അതിനടുത്ത് തന്നെയാണ് എരുമേലി. ഓക്കെ, അവിടെ ആ സ്കൂളിൽ അവിടുത്തെ കായിക അധ്യാപകൻ അവിടെ കുട്ടികൾക്ക്, അദ്ദേഹം NCCയുടെ കൂടെ അധ്യാപകനാണ്. ആ കുട്ടികൾക്ക് അവിടെ പ്രത്യേകം പറഞ്ഞു, കുട്ടികൾക്ക് ക്രിസ്ത്യൻസിന് മാത്രമേ പന്നിയിറച്ചി കൊടുക്കുകയുള്ളൂ. അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ താങ്കളുടെ ഈ പൂഞ്ഞാറുകാരും ഈ പറയുന്ന സമുദായക്കാരും ഈ കലാപകാരികളും ഈ താലിബാൻകാരും ഉണ്ടായിരുന്നോ ഇല്ലയോ? അതിൻ്റെ റിപ്പോർട്ട് എനിക്കറിയാം. എന്താണ് ഉണ്ടായെന്ന്. ചുമ്മാ വിടുവാത്തരം പറയാതെ സെബാസ്റ്റ്യൻ. ഒരാൾക്ക് ഓരോ ഡെക്കോറാമുണ്ട്. നിങ്ങളെ ആ രീതിയിൽ പ്രതികരിക്കുക. അല്ലാതെ ഗൂഢാലോചന, മണ്ണാങ്കെട്ട്, നോൺസെൻസ് യാർ. ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ് അതിൻ്റെ സീരിയസ്നെസ്? എന്തുകൊണ്ടാണത് പറയുന്നത്? എന്തൊക്കെ തെളിവുകൾ മുമ്പിലുണ്ട്? ഇത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ തെളിവല്ലേ? താങ്കളുടെ പാർട്ടിയല്ലേ കേരളം ഭരിക്കുന്നത്? താങ്കളുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഒരു SPയും അതിൻ്റെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ സ്റ്റേറ്റ് പോലീസിൻ്റെ അവിടുത്തെ SHOയും ഇവരെല്ലാം കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ പേരിലല്ലയോ ഈ പറയുന്ന ഈ SP അവിടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്? അവിടെ സെൻട്രൽ ഫോഴ്സ് വേണം, NIAയുടെ അന്വേഷണം വേണം. അവിടുത്തെ 15ഓളം പേര് അവരെ അറസ്റ്റ് ചെയ്തത് UAPAയുമായിട്ട് രാജ്യദ്രോഹ കുറ്റമായിട്ട് ബന്ധപ്പെട്ടാണ്.
ഇനി സെബാസ്റ്റ്യൻ ഒരു കാര്യം കേൾക്ക്, ഇപ്പം 15ഓളം പേരെ രാജ്യദ്രോഹ കുറ്റവുമായിട്ട് അറസ്റ്റ് ചെയ്തു. എഗ്രീഡ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന്, ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 15 പേരെ രാജ്യദ്രോഹ കുറ്റവുമായിട്ട് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ? ഏതെങ്കിലും ഒരു കേരളത്തിൻ്റെ ഒരു മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിൽ 15 പേരെ അറസ്റ്റ് ചെയ്തോ ഇല്ലയോ? താനിത് മനസ്സിലാക്ക്. വെറുതെ അങ്ങ് വിടുവാത്തരം വിളിച്ച് പറയുമൊന്നുമല്ല. ഈരാറ്റുപേട്ടയിൽ തീവ്രവാദമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പൂഞ്ഞാറിലെ MLA. ഇത് പറയാനുള്ള ഒരു ധൈര്യം ഇയാൾക്കുണ്ടോ? കാരണം പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജിനേക്കാൾ വലത്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഉറപ്പായിട്ടും ഇങ്ങനെക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ഈ രീതിയിലുള്ള വിഷയങ്ങളൊന്നും പൊട്ടിമുളച്ചതല്ല. അദ്ദേഹം കൃത്യമായിട്ട് അവിടുത്തെ വിഷയങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു. ഈരാറ്റുപേട്ടയിലെ ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഓരോന്ന് പുറത്ത് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കെതിരെ ഇതുപോലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും എല്ലാ രീതിയിലും തന്നെ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇവിടെ മാത്യു സാമുവൽ സാർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഇത് സത്യസന്ധമായിട്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈരാറ്റുപേട്ടയിലെ ഇത്രയും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും ഒന്ന് കണ്ണൊടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നതെന്ന്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജിഹാദി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാജ്യദ്രോഹ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UAPA പ്രകാരം ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന 15ഓളം പേരുള്ള ഒരു മുനിസിപ്പാലിറ്റി, അത് ഈരാറ്റുപേട്ട മാത്രമാണ്. നിരവധി മുനിസിപ്പാലിറ്റികൾ നമ്മുടെ കേരളത്തിന്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. പാലക്കാട് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ നിന്നാണ് അതിലെ വേറൊരു പ്രതിയെ പിടിച്ചത്. PFIക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുള്ള, SDPക്ക് സ്വാധീനമുള്ള എല്ലാം ഈ ആദ്യം പറഞ്ഞതുപോലെ 2007 ഗുജറാത്തിൽ നടന്ന അഹമ്മദാബാദിലാണ് സ്ഫോടനം. ഈ സ്ഫോടനത്തിൽ ഷിബിലി എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 3 പേരാണ് ഈരാറ്റുപേട്ടക്കാരായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മളതൊന്ന്. ഈ 2007 അഹമ്മദാബാദിൽ ഈ സ്ഫോടനം നടത്തിയത് 21 സ്ഥലങ്ങളിലാണ് ഇത് നടത്തിയത്. അതിൽ 56 പേരാണ് കൊല്ലപ്പെട്ടത്. കൂട്ടത്തിൽ ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് നോക്കുമ്പോൾ 2002 ഗുജറാത്ത് കലാപത്തിന് പ്രതികാരം ചെയ്യാൻ പോയതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ജീവപര്യന്തം ശിക്ഷ കിട്ടിയപ്പോൾ ജയിലിൽ കിടക്കാം, ഗുജറാത്ത് ജയിലിൽ കിടക്കാം. അപ്പൊ ഇതുപോലെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? എന്തുകൊണ്ട് അവിടെ നിന്ന് ഇതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ചില ആളുകൾ എത്തിപ്പെടുന്നു? അതിന്റെ കാരണം എന്താണ്? അവിടെ കൃത്യമായിട്ട് തീവ്രവാദ പ്രവർത്തനം ഉള്ളതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം SP ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈരാറ്റുപേട്ട വലിയ തരത്തിൽ ഭീകരവാദികൾക്ക് സ്വാധീനമുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമാണെന്നും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകണം എന്നുള്ളൊരു പ്രസ്താവന നടത്തിയത്. തർക്കില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രതികരിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നാണ് അവിടെ ഒരു വലിയ തരത്തിലുള്ള സ്ഫോടക ശേഖരം അവിടുന്ന് ലഭിച്ചു, ഈരാറ്റുപേട്ടയിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കണം എത്രത്തോളം ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പിന്നെ PC ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു വിഷയത്തിലാണ് മാത്യു സാമുവൽ സാർ ഈ ഒരു ഈരാറ്റുപേട്ടയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ പൂഞ്ഞാറിലെ MLA സെബാസ്റ്റ്യൻ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ യാഥാർത്ഥ്യം കുറച്ചുകൂടി ഉണ്ടല്ലോ. അതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന മാത്യു സാമുവൽ സാറിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കോടതിയിൽ ഇത് പ്രൂവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം തെളിവുകളായിട്ട് കോട്ടയം SP അടക്കം കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം ഈ കേരളത്തിലെ എല്ലാവർക്കും, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈരാറ്റുപേട്ടയിൽ തീവ്രവാദം ഉണ്ട് എന്നുള്ളത്. ഈ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ ഒരു കാരണവശാലും പറയില്ല. പൂഞ്ഞാർ MLA ആയിട്ടുള്ള ആൾ പറയില്ല. കാരണം പൂഞ്ഞാർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണല്ലോ ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഈ പ്രദേശം. ഒരു കാരണവശാലും പറയില്ല എന്നുള്ളത് ഉറപ്പാണ്.